ഷാബു ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന് ഡിവൈഎഫ്ഐ ശ്രമിച്ചു, CPM ശ്രമിച്ചു, അവിടെ ഒരു മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നമായിട്ട് അവതരിപ്പിക്കുവാൻ ശ്രമിച്ചു CPM, അത് പൊളിഞ്ഞു. മറ്റിടത്ത് അപ്പുറത്തെ സൈഡിൽ മുസ്ലിം ലീഗ് ആകട്ടെ ഒരു രാഷ്ട്രീയ കോട്ടം ഉണ്ടാകാതിരിക്കാൻ അവിടെ സിദ്ധരാമയ്യ സർക്കാർ എന്തായാലും നടത്തിയത് നല്ല പ്രവൃത്തിയല്ല, അവിടെ ഒരു കുടിയൊഴിപ്പിക്കലാണ് നടത്തിയത് ഗ്രേറ്റർ ബാംഗ്ലൂരിന് വേണ്ടി. അപ്പോൾ ആ വിഷയം കാരണം ഒരു കോട്ടമുണ്ടാകാതിരിക്കാൻ വേണ്ടി ലീഗ് അവിടെ ഇടപെടുന്നു. ഇത് രണ്ടും സംഭവിച്ചു. അതിനിടയിൽ ഈ ഉയർന്നു വന്ന കാര്യം, അതിൽ ശ്രദ്ധിക്കപ്പെട്ടു പോയത് റഹീമിന്റെ ഈ വിഷയമാണ്. കേരളത്തിൽ ഇവിടെ ഇംഗ്ലീഷിലുള്ള ഇംഗ്ലീഷിലെ അദ്ദേഹത്തിന്റെ അറിവില്ലായ്മ അതുകൊണ്ടുണ്ടായ പ്രശ്നം. പക്ഷേ അവിടെ രാഷ്ട്രീയ മുതലെടുപ്പ് തകർന്നടിയുന്ന കാഴ്ചയല്ലേ കണ്ട് ശ്രീ ഷാബു? അത് നിങ്ങൾ തിരുത്തണം. അല്ല, അതാണല്ലോ നടന്നത് അവിടെ. അങ്ങനെ പറഞ്ഞു പോകാൻ പാടില്ല. അതായത് അവരവിടെ കുടിയൊഴിപ്പിക്കൽ നടത്തി, എന്നിട്ട് നിങ്ങൾ പോയി അത് സിദ്ധരാമയ്യ അംഗീകരിച്ചു. ഇതൊക്കെയാണ് നിങ്ങൾ അവതരിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ മുസ്ലിം ലീഗിന് കോട്ട പറ്റുകയാണെങ്കിൽ ബുൾഡോസർ രാജ് അവിടെ പോയിട്ടുണ്ട്. അല്ല, ബുൾഡോസർ രാജ് ആരാണ്? ആസാമിന് നിരന്തരം ബംഗളൂരുവിൽ ബുൾഡോസർ ആരാണ്? കോൺഗ്രസ് സർക്കാരാണ്. അവിടെ നിന്ന് ആവശ്യമായ പുനരധിവാസത്തിന് ചെയ്യാൻ കഴിയുന്ന ചെയ്തു കൊടുത്ത് അങ്ങനെ പറയല്ലേ? BJP ആയാലും CPM ആയാലും ജനങ്ങളെ ഉപദ്രവിച്ചാൽ ഇരകൾക്കൊപ്പം മുസ്ലിം ലീഗ് ഉണ്ടാകും. അതെല്ലാ കാലം ഉണ്ടായിട്ടുണ്ട്. കർണാടകയിലെ സിദ്ധരാമയ്യ സർക്കാർ കൊണ്ടല്ല, ഞാൻ പറഞ്ഞല്ലോ. അതായത് മഞ്ജുഷേ, ഇപ്പൊ ഇവിടെയുള്ള ആ ഒരു എന്താണ് ന്യൂനപക്ഷ പ്രേമ കോമ്പറ്റീഷനില് ഇപ്പൊ ആരാണ് സ്കോർ ചെയ്തത് എന്നുള്ളതാണല്ലോ ഇവിടുത്തെ പ്രധാന വിഷയം. ഉള്ള കാര്യം അംഗീകരിക്കാതിരിക്കാൻ വയ്യ. ആ കോമ്പറ്റീഷനില് ഇപ്പോൾ ഗപ്പ് കിട്ടിയിരിക്കുന്നത് റഹീമിനും CPM-നും തന്നെയാണ്. അത് ഇനി എന്ത് ഷോ ആയാലും, പട്ട് ഷോ ആയാലും, പൂച്ച ഷോ ആയാലും, എന്ത് ഷോ ആയാലും ഈ ഇഷ്യൂവില് വിസിബിലിറ്റി കിട്ടിയതും സ്കോർ ചെയ്തതും, അതായത് ഇതിൻ്റെ അകത്ത് അതിനെ മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, തങ്ങൾക്ക് അവരത് കൊണ്ടുപോയതിന്റെ ആ ജാള്യത മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ ഈ ഷാക്കിറും മുസ്ലിം ലീഗും ഈ കോൺഗ്രസും ഒക്കെ ഈ റഹീമിന്റെ ഇംഗ്ലീഷിനെ ഇങ്ങനെ പരിഹസിച്ച് മെഴുകിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അവര് ഉള്ള കാര്യം ഞാൻ പറയുകയാണ്, അവര് നല്ല കറക്റ്റ്, അതായത് ഈ പൊളിറ്റിക്കൽ ഇഷ്യൂസില് ഇതുപോലുള്ള കാര്യങ്ങൾ, ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പിന്റെ കാര്യത്തില് അതിൻ്റെ അകത്ത് ടൈമിംഗ് എന്ന് പറയുന്നത് ഒരു വളരെ പ്രധാന ഘടകമാണ്. കൃത്യസമയത്ത് വേണ്ട സമയത്ത് കൃത്യമായ രീതിയിൽ കൃത്യമായ പഞ്ചോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അതിന്റെ റിസൾട്ട് ഉണ്ടാകും. ഇവിടെ CPM അത് മാനേജ് ചെയ്തു. അവർ പൊളിറ്റിക്കലി നല്ല ഒന്നാന്തരമായിട്ട് അത് മാനേജ് ചെയ്ത് അവർക്ക് ആ വിസിബിലിറ്റി കിട്ടി. ഇവരിപ്പോ ഈ ഷാക്കിർ ഇവിടെ കിടന്ന് ബഹളം വെക്കും, ഞങ്ങൾ ആസാമിൽ പോയി, ഞങ്ങൾ UP പോയി, ഞങ്ങൾ ഹരിയാനയിൽ പോയി, ഞങ്ങളെ ആരും മൈൻഡ് ചെയ്യുന്നില്ലേ, ഞങ്ങൾ നിങ്ങൾ CPM ഒരു കൂട്ടാണല്ലോ പ്രിയപ്പെട്ട ഷാബു. നിങ്ങൾ CPM എത്ര ബഹളം വെച്ചാലും സംഗതി കയ്യിൽ നിന്ന് പോയി. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ട ഷാബു, വസ്തുതാപരമാണ്, കൃത്യമായ ഡാറ്റ സഹിതമാണ്, 3 മാസം കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ 3 മാസം ഇനിയുള്ള 3 മാസം CPM ആക്കുക തന്നെ ചെയ്യും. പ്രതിരോധിക്കാൻ പ്രയാസമാണ്. ആ രീതിയിൽ അതിന്റെ പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജ്, അതിന്റെ പൊളിറ്റിക്കൽ എഡ്ജ് CPM-ന് കിട്ടി. ഇവിടെ റഹീമിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം ഒന്നും അവിടെ വലിയ വിഷയമല്ല. ജനങ്ങൾ കൊടുക്കില്ല. BJP അതായത് ഒരു കാരണവശാലും നിങ്ങളുടെ ബഹളം മുഴുവൻ ഞാനിവിടെ കേട്ടോണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പാണക്കാട് പോയി തീർക്ക്. വളരെ മാന്യമായി ഞാൻ പറഞ്ഞാൽ അത് ബഹളവുമാണ്. അതെങ്ങനെയാണ്? ഞാൻ വസ്തുതാപരമായി CPM-ന്റെ കൊള്ളരുതായ്മ പറയുമ്പോ ഇദ്ദേഹത്തിന് പൊള്ളുന്നത് എന്താണ്?
നിങ്ങൾക്ക് എന്തിനാ എനിക്ക് നിങ്ങളുടെ പരിഹാസ്യമായ മുഖം കണ്ട് ചിരിയാണ് വരുന്നത്. നിങ്ങളുടെ അവസ്ഥ കണ്ട്, ദയനീയമായ അവസ്ഥ കണ്ട് സഹതാപം തോന്നുന്നു. നിങ്ങൾക്ക് ചിരി വരും. കാരണം അറിയോ, നിങ്ങൾ മനുഷ്യരുടെ വേദന കാണുമ്പോൾ ചിരിക്കുന്ന ആളുകളാണ് നിങ്ങൾ. RSSകാര് മനുഷ്യരുടെ രക്തം മൂറ്റി ചിരിക്കുന്നവരല്ലേ? നിങ്ങൾ എന്നെ നോക്കി ചിരിച്ച കുഴപ്പമില്ല. സാബു, അല്ലല്ല, മനുഷ്യരുടെ രക്തം മൂറ്റി കുടിച്ച് മനുഷ്യരെ വർഗീയമായി വേർതിരിച്ച് ചിരിക്കുന്ന ആളുകളാ. അപ്പൊ നിങ്ങൾക്ക് ചിരി വരും. നിങ്ങൾക്ക് ഇരകൾ ചിരി വരും. പ്രശ്നമില്ല. ഇനി ഇവിടെ കിടന്ന് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല. അത് പോയി, ഇനി അടുത്ത വണ്ടി പിടിക്കും. അത് BJP സർട്ടിഫിക്കറ്റ് നിങ്ങൾ CPM കൊടുത്തോ? ഷാബു, അതിനകത്ത് മറ്റൊരു കാര്യം കൂടി സംഭവിച്ചു. ഇന്ന് റഹീം അത് സമ്മതിക്കുകയും ചെയ്തു. തനിക്ക് ഭാഷാപരമായ ഒരു പരിമിതിയുണ്ട്, പക്ഷേ അത് ഈ ജനങ്ങളുടെ പ്രശ്നം മനസ്സിലാക്കുന്നതിന് അതൊരു തടസ്സമല്ല. ഞാൻ ആ വിഷയം അവിടെ അവതരിപ്പിക്കുകയും ചെയ്തുവെന്ന്. അത് അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിൽ കിട്ടിയ ഒരു എഡ്ജിന്റെ കൂടെ ഒരു ആത്മവിശ്വാസമാണല്ലോ അവിടെ വന്നിരിക്കുന്നത്, അല്ലേ? അതെ, തീർച്ചയായിട്ടും അതെ. അതായത് ഭാഷാപരമായ പരിമിതിയുണ്ട്, മനുഷ്യന്റെ ഭാഷ, കഷ്ടപ്പെടുത്തുന്നവന്റെ ഭാഷയൊക്കെ ഒന്ന് തന്നെയാണ്. അങ്ങനെയൊക്കെ വളരെ കാൽപ്പനികമായിട്ട് അദ്ദേഹം പറഞ്ഞു. അദ്ദേഹം അവിടെ പോയത് പൊളിറ്റിക്കൽ അഡ്വാൻറ്റേജിന്, രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അദ്ദേഹം ഒരു തികഞ്ഞ ഇരുത്തം വന്ന രാഷ്ട്രീയക്കാരനാണ്. അതിൽ അദ്ദേഹം വിജയിച്ചിട്ടുണ്ട് ഇന്നത്തെ മൂവ്മെന്റിലെ, സംശയമൊന്നുമില്ല മഞ്ജുഷേ. അക്കാര്യത്തിൽ റഹീമിനെ ഞാൻ അഭിനന്ദിക്കുക തന്നെ ചെയ്യും. പക്ഷെ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ, ഇപ്പോൾ തന്നെ ഈ കമന്റുകൾ നോക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ വരുന്ന വിമർശനങ്ങൾ മലയാളികളെ നാണം കെടുത്തി എന്നൊക്കെയാണ്. അങ്ങനെ കടത്തി റഹീമിനെതിരെ വിമർശനം ഉന്നയിക്കേണ്ട ആവശ്യമുണ്ടോ? അദ്ദേഹം എന്താണോ, CPM അദ്ദേഹവും എന്താണ് ഉദ്ദേശിച്ചത്? ഈ വിഷയത്തിൽ ആക്റ്റീവായിട്ട് ഇടപെട്ട് കേരളത്തിൽ വരാൻ പോകുന്നു. ഇപ്പൊ ഈ 3 മാസം കഴിഞ്ഞ് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരുന്നില്ലായിരുന്നു എന്നിരിക്കട്ടെ, ഇവിടെ ഈ റഹീമും CPM ഇതിന്റെ അകത്ത് അനങ്ങാൻ പോകുന്നില്ല. ആരും ഇതിപ്പോ ഈ വരുന്ന ഇലക്ഷനില് ഈ ഇഷ്യൂ വളരെ നിർണായകമായിട്ട് ചർച്ച ചെയ്യപ്പെടും എന്ന് അറിയാവുന്നത് കൊണ്ടാണ് ആ പൊളിറ്റിക്കൽ സാധ്യത, ആ രാഷ്ട്രീയ സാധ്യത മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ചെയ്തത്. അതാണ് പൊളിറ്റിക്സ്. അതിൻ്റെ അകത്തൊന്നും ഒരു സംശയമില്ല. ആ പൊളിറ്റിക്കൽ ഇന്റലിജൻസ്, ആ പൊളിറ്റിക്കൽ വിസ്ഡം CPM-ഉം റഹീമും കാണിച്ചിട്ടുണ്ട്. അതിനവരെ അഭിനന്ദിക്കുക തന്നെ വേണം. പിന്നെ ഭാഷയുടെ കാര്യം ഇപ്പൊ റജി ലൂക്കോസോടെ പറഞ്ഞു, അദ്ദേഹം അവിടെ പോയി ഹിന്ദിയിൽ സംസാരിച്ചു. ഓക്കെ, അവനവന്റെ മാതൃഭാഷയിൽ എവിടെയും പോയി അതിലൊന്നും ഒരു പ്രശ്നവുമില്ല. ഇതല്ലല്ലോ കാര്യം. ഇവിടെ ഈ ഭാഷാ പരിജ്ഞാനമോ അല്ലെങ്കിൽ മലയാള ഭാഷയിലുള്ള പാണ്ഡിത്യമോ ഒക്കെ കാണിക്കുന്ന സ്ഥലമല്ലല്ലോ ഇന്ത്യൻ പാർലമെന്റ് എന്ന് പറയുന്നത്. അവിടെ നമ്മുടെ നാടിന്റെ, ഇവിടെ നിന്ന് പോകുന്ന MP-മാർ നമ്മുടെ നാടിന്റെ പ്രശ്നങ്ങളും നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളും പാർലമെന്റിൽ പരമാവധി നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അതിന് പരിഹാരം കാണുക എന്നുള്ളതാണ് ഇവിടെ വിഷയം. അവിടെ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് ഒരു പ്രധാനം തന്നെയാണ്. ആ കമ്മ്യൂണിക്കേഷൻ, ഞാൻ പറഞ്ഞിപ്പോ റഹീമിനെ പോലെ ഒരാൾക്ക്, അദ്ദേഹം നല്ല വിദ്യാഭ്യാസമുള്ള ആളാണ്. 1 മാസം മതി, 1-2 മാസം മതി ഈ ഭാഷയിലൊക്കെ പ്രാവീണ്യം നേടാൻ. എത്ര സമയം വേണം? ഉപയോഗിച്ച് വളരുന്നതാണ് ഭാഷ. അല്ലാതെ ഞാൻ പറഞ്ഞില്ല ഇത് ടാലന്റ് അല്ല, ഇത് ജീനിയസുകൾക്കൊന്നും പറഞ്ഞ സാധനമല്ലേ. ഇത് ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ആർക്കും. ആ അവസരം റഹീമും കേരളത്തിലെ ഒട്ടുമിക്ക MP-മാരും ഉപയോഗിക്കുന്നില്ല എന്നുള്ള കാര്യത്തില്